ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ട്രഡീഷണൽ 4 മണി പലഹാരമായ അരിയുണ്ടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കുറഞ്ഞതൊരു 10 ദിവസം വരെ യാതൊരു കേടും വരാതിരിക്കുന്ന നല്ല പെർഫെക്റ്റ് അരിയുണ്ട. എന്നാൽ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ ചമ്പാവരിയാണ്. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 വെള്ളത്തിൽ നമുക്ക് ഈ അരി കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വെള്ളത്തിൽ തന്നെ നല്ലതുപോലെ കഴുകിയതിനു ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് ഈ അരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അങ്ങനെയെങ്കിൽ അരിയിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. അങ്ങനെ ഇവിടെ അരിയിലെ വെള്ളമെല്ലാം വറ്റി അരി ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടിക്കട്ടിയുള്ള പാത്രത്തിലേക്കോ മറ്റോ ഇട്ട് തുടരെ ഇളക്കി വറുത്തെടുക്കാം. അരി ഏകദേശം ഒന്ന് ചൂടായി ചെറിയ തോതിൽ പൊട്ടിത്തുടങ്ങുന്നതുവരെയും, അതായത് ഈ കാണുന്നത് പോലെ 1-2 ആയിട്ട് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങുന്നതുവരെയും തീ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം നമുക്കിവയെല്ലാം വറുത്തെടുക്കാൻ. അരിയുടെ ആ ഒരു പൊട്ടുന്ന സൗണ്ടെല്ലാം മാറി അരി എല്ലാം പൊട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു വശത്തേക്ക് മാറ്റാം. അടുത്തതായി ഈ അരിയുണ്ട തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങ അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവിടെ ഒരു മീഡിയം വലുപ്പമുള്ള തേങ്ങയുടെ പകുതി ഭാഗം ചിരകിയതാണ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം തുടരെ ഇളക്കി നമുക്ക് ഈ തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ തേങ്ങ ചെറിയ തോതിൽ മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു വശത്തേക്ക് മാറ്റാം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വറുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ച ആ ഒരു അരിയുണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് തരികളൊന്നും അവശേഷിപ്പിക്കാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ശേഷം ഇങ്ങനെ പൊടിച്ചെടുത്ത അരിപ്പൊടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. അത് ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഈ അവസരത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ ശർക്കര ഇട്ട് കൊടുക്കുക. ശേഷം അതോടൊപ്പം തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് തുടരെ ഇളക്കി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര നല്ലതുപോലെ അലിഞ്ഞ് ശർക്കര പാനി നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു അരിപ്പൊടിയിലേക്കും മറ്റും ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. ശർക്കര പാനി മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ബാലൻസായി കിട്ടാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് വേണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നല്ല ചൂട് ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ ആദ്യം ഇതുപോലെ ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ശർക്കരപ്പാനിയിലെ ചൂട് ഒരല്പം ഒന്ന് മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ കൊണ്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഇഷ്ട പലഹാരം അരിയുണ്ട റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ പതിവ് പോലെ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.